ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലർക്ക് മൂവി ടീമാണ്. സ്വാഗതം. ഈ ലേക്ക് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു അർത്ഥം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇൻ ഹ്യൂമൻ ടേംസ് എല്ലാവരും ഇസ് ലേക്കിംഗ് അറൗണ്ട് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി. ഇത് സിനിമാ ഫീൽഡിൽ ശരിക്കും ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും ഒരു ലേക്കിംഗ് ആണ്. അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ സിനിമയ്ക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് നേരിട്ടിട്ടുള്ളത്? അഭിനയം ഇത്തരം ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ബിജുവിനാണ്. ബിജു ആമസോൺ ഫോറസ്റ്റിൽ കുറച്ച് 2-3 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഒട്ടും ശരിയല്ല. നമ്മൾ ഭയങ്കര ആക്രാന്തമാണ് മനുഷ്യന്മാർക്ക്. എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? ആൻഡ് സോ ദാറ്റ് ഈസ് നമ്മൾ ഓപ്പർച്യൂണിസ്റ്റ് ആണ്. ആ ഒരു ലേക്കിംഗ് ടെൻഡൻസി ഹ്യൂമൻ ബീയിങ്ങിലുണ്ട്. കാട് എന്ന് പറയുന്നത് എപ്പോഴും നിഗൂഢമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഈ നിഗൂഢതയെ മറപിടിച്ചുകൊണ്ട് ഒരുപാട് സിനിമകളും മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയും കൂടെ മലയാളത്തിലേക്ക് വരികയാണ്. പേര് ലർക്ക് എന്നാണ്. ജൂലൈ 24-നാണ് പടം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലർക്ക് മൂവി ടീമാണ്. സ്വാഗതം. ആദ്യം തന്നെ ഡയറക്ടറിനോടാണ്. അതായത് ലർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പതിയിരിക്കുന്ന എന്നതാണല്ലോ അതിൻ്റെ മീനിങ് വരുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്തിപ്പെടുന്നത്? അതാ കഥ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ടൈറ്റിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം ലേക്ക് എന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ പതിയിരിക്കുക എന്നുള്ളത്. അത് ആരാണ് പതിയിരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. ഇതൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ചെയ്യുന്ന അതിൻ്റെ ഇതിവൃത്തമാണല്ലോ സിനിമ. അപ്പം അതിനകത്ത് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ സമൂഹത്തോടും പ്രേക്ഷകരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഹൂ ഈസ് ദ റിയൽ പ്രഡേറ്റർ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലർക്കിംഗ് ഇൻ ദ ഡാർക്ക്നെസ് എന്നൊക്കെ പറയും സാധാരണഗതിയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഇരുട്ടിൽ അല്ലെങ്കിൽ പതിഞ്ഞിരിക്കുന്ന ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഒരുപാട് ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണിത്. അത് വനമേഖലയിൽ ജീവിക്കുന്ന കർഷകരും സാധാരണക്കാരും അതുപോലെ തന്നെ പ്ലാന്റേഷൻ തൊഴിലാളികളും ഒക്കെ അവരനുഭവിക്കുന്നൊരു വലിയ വിഷയമുണ്ട്. അത് കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. ഒരിടത്ത് മാത്രം നിൽക്കുന്ന കാര്യമില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവിയുടെ ആക്രമണം എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ വരുന്ന കാര്യമല്ല. കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ ഇത് ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്. അതിന് മറ്റ് രാജ്യങ്ങളിൽ അതിനൊക്കെ ഒരു സൊല്യൂഷനുണ്ട്. നമുക്കിന്നും അതൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ സിനിമ ഒരു വളരെ പ്രാഗ്മാറ്റിക്കായിട്ട് സത്യസന്ധമായിട്ടാണ് വളരെ റിയലിസ്റ്റിക്കായിട്ടാണ് ഈ സിനിമ ആളുകളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇതിൻ്റെ ഇതിവൃത്തം അത് ഡിമാൻഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ സിനിമയിലൊരു കഥയുണ്ട്. ആ കഥ കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻറ്റോടുകൂടി ജനങ്ങളുടെ മുന്നിൽ കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമാണെങ്കിലും അതിനെ ഞാനൊരു പത്രവാർത്തയിൽ നിന്ന് ഒരു കഥ മെനഞ്ഞെടുക്കരുത്. ഒരു കഥ ഒരു പത്രവാർത്തയിൽ സംഭവിച്ചൊരു വിഷയം. എൻ്റെ പകൽ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും വൈരം എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ആയുധമാണെങ്കിലും ഈ പറയുന്ന കിണറാണെങ്കിലും ഇന്നത്തെ ഈ ലേക്ക് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ഒരു പത്രവാർത്തയിൽ നിന്നാണ് അതിൻ്റെ കഥാബീജം എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം കാടിൻ്റെ ഉള്ളിലിരിക്കുന്ന മൃഗങ്ങളാണോ അതോ മനുഷ്യൻ്റെ ഉള്ളിലെ വന്യതയാണോ പതുങ്ങിയിരിക്കുന്നത്? ഏറ്റവും അപകടകാരിയായ മൃഗം മനുഷ്യനാണ്. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ട്, മനുഷ്യന് മനുഷ്യൻ്റേതായിട്ട് സ്പേസ് ഉണ്ട്. ആരാണ് അതിക്രമിച്ച് കയറുന്നത്, അധിനിവേശത്തിൻ്റെ വക്താക്കൾ ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കുള്ളപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഓരോ സമയത്തും ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന മാനസിക വിചാര ചിന്തകളിലൂടെയാണ് സിനിമ പോകുന്നത്. ഇതിപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ യാതൊരുവിധ തയ്യാറെടുപ്പും ഇല്ലാണ്ട് ഈ സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ സിനിമയ്ക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് നേരിട്ടിട്ടുള്ളത്? അഭിനയം ഇത്തരം ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ്. പക്ഷേ നിഷാദ് സാറിൻ്റെ സീനിയറാണ്. 1 വർഷം എന്നെപ്പോഴും പറയും, എന്നാലും സീനിയറാണ്. ഞങ്ങൾ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലം തൊട്ട് അറിയാം, വളരെ കാലമായിട്ടുള്ള അടുപ്പമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആക്ച്വലി അറിയാം എന്താണ് ഒരാളിൽ നിന്ന് വേണ്ടതെന്ന്. ബാക്കി എല്ലാ ആക്ടേഴ്സിനും ഈ പറഞ്ഞ ഇത്രയും ആക്ടേഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴും എല്ലാ ആക്ടേഴ്സിനും എന്താണ് വേണ്ടതെന്നും എങ്ങനെ അത് ചെയ്യണമെന്നുള്ളത് പുള്ളി വളരെ വ്യക്തമായ ധാരണയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ധാരണയ്ക്കനുസരിച്ച് ഞാനത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബാക്കി ഇനി പ്രേക്ഷകരാണ് കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടത്. വട്ടത്തിനപ്പുറത്തുള്ള പുറത്തെ ലോകം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണല്ലോ
നമ്മൾ ഒരേ നാട്ടുകാരാണ്. അപ്പം എങ്ങനെ തോന്നുന്നു ഇപ്പം എത്തി നിൽക്കുന്ന സ്റ്റേജ്, ഇപ്പം ഈ മൂവി ലർക്ക് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിനെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നാടും വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. പക്ഷേ അവിടെ ഞാൻ കണ്ടൊരു ലോകത്തിനെക്കാട്ടിലും വലിയൊരു ലോകമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയാണെങ്കിലും ഇപ്പം എൻ്റെ കരിയറിൽ തമിഴിൽ ഒരുപാട് നല്ല പ്രോജക്ട്സ് നടക്കുകയും ഒരുപാട് അപ്രീസിയേഷൻസും ഒരുപാട് എന്താ പറയുക, എവിടെ ചെല്ലുമ്പോഴും ഞാൻ ചെയ്ത ആ ക്യാരക്ടറിനെ പറ്റി ആളുകൾ സംസാരിക്കുകയും, കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇൻഡസ്ട്രിയിലുണ്ട്. 60ഓളം പടങ്ങൾ ചെയ്തു. അപ്പം ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് പോലും എന്നെ വിളിച്ചിട്ട് നിൻ്റെ കണ്ണ് ഇത്ര എക്സ്പ്രസീവ് ആയിരുന്നോ, അല്ലെങ്കിൽ നിൻ്റെ കണ്ണിന് ഇത്ര വലിപ്പമുണ്ടായിരുന്നോ എന്നൊക്കെ രതി എന്ന് പറയുന്ന ഹാർട്ട് ബീറ്റിലെ ക്യാരക്ടർ കണ്ട് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയും ഞാൻ വളരെ കുറച്ചേ എത്തിയിട്ടുള്ളൂ. എൻ്റെ ജേണി ഇനിയും ഒരുപാട് പോകാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലോകം ഇനിയും കാണാനുണ്ട്. ഞാനിങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും എന്താണ് എനിക്ക് പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ ഞാൻ വന്നൊരു വഴിയിൽ, ഇപ്പം നടുവേട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ നടുവേട്ടത്തുള്ള കുട്ടികൾക്കും കൂടെ, ഇനി വരുന്നൊരു തലമുറയ്ക്കും കൂടെ എങ്ങനെയാണ് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഗ്രോ ചെയ്യാൻ പറ്റുക എന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. നല്ലൊരു നർത്തകിയാണ്. അപ്പം ഇപ്പം നേരത്തെ സാറും പറഞ്ഞു, ഈ സിനിമയിൽ അതിൻ്റെ എന്തെങ്കിലും എലിമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുമോ? ഒട്ടുമില്ല. പക്ഷേ ഐ തിങ്ക് നമ്മൾ ഏതൊരു ഫിലിം എടുക്കുമ്പോഴും അതിലെ പല റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ആനിമൽ ലവർ ഉണ്ടാവും. ആ ആനിമൽ ലവർ എന്ന കാറ്റഗറിയിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഈ ലേക്ക് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു അർത്ഥം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇൻ ഹ്യൂമൻ ടേംസ് എല്ലാവരും ഇസ് ലേക്കിംഗ് അറൗണ്ട് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി. അത് സിനിമാ ഫീൽഡിൽ ശരിക്കും ഉണ്ട്. അപ്പോൾ എന്തിനും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും ഒരു ലേക്കിംഗ് ആണ്. ബിക്കോസ് വി ആർ ഓൾ ലേക്കിംഗ് ടുവേർഡ്സ് വൺ ഹുക്ക്. ഇത് വൈറലായാലോ, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ നിന്നൊരു സാധനം എടുത്ത് കണ്ടൻറ് ആക്കിയിട്ട് അത് വൈറലാക്കിയാലോ. സോ ഇറ്റ്സ് ഓൾ somewhere I think that animal instinct within us to lurk around for something. അത് കിട്ടുമ്പോൾ നമ്മൾ ഗ്രാബ് ചെയ്യുക, അതിനെ മാക്സിമൈസ് ചെയ്യുക. ദർ ഇസ് എ ലേർക്കിംഗ് വിതിൻ ഓൾ ഓഫ് us. ആ ഒരു ലേർക്കിംഗ് ഓപ്പർച്യൂണിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ? ആസ് ഇൻ ഒരു എന്താ പറയുക, ഒരു ഷോ കാണിച്ച് ഞാനൊരു സംഭവമാണ്, എനിക്ക് ഭയങ്കര ആനിമൽ പ്രേമിയാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറായിട്ട് ഒരു സാമ്യമില്ലാത്തൊരു ക്യാരക്ടറാണ് ആസ് ഇൻ റിയൽ ലൈഫ്. അപ്പോൾ നിഷാദിക്ക അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിഷാദിക്ക ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ, ഇത് കംപ്ലീറ്റ്ലി ഞാൻ ട്രോളാവും, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്താണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ നിഷാദിക്കൻ്റെ എന്നെ നോക്കി ഭയങ്കര ചിരിയായിരുന്നു. സോ ഐ തിങ്ക് ആസ് എ ഡയറക്ടർ ഹി ഗോട്ട് ദി ഔട്ട്പുട്ട്. നൗ ഐ ഹോപ്പ് അത് എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നർത്തകി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്റ്റേജിൽ നിന്ന് എങ്ങനെ ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യാമെന്ന് ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വെൻ എ ഡയറക്ടർ സേസ് ഹീസ് ഹാപ്പി വിത്ത് ഇറ്റ്, അത് കൂടുതൽ വേണം. ദാറ്റ് ഈസ് യുവർ എന്താ പറയുക, യുവർ ടേക്ക് അവേ സർട്ടിഫിക്കറ്റ്. ഓക്കെ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഡബ്ബിങ്ങിന് പോയപ്പോഴും ഹി അപ്രൂവ്ഡ് ഓഫ് ഇറ്റ്. സോ അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ കാണുന്ന ആൾക്കാർ ആബ്സല്യൂട്ട്ലി. ശരിക്കും അനിമൽ ലവർ ആണോ എങ്ങനെയാ? ഫ്രം എ ഡിസ്റ്റൻസ്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദറ്റ് വി അറ്റാക്ക് ദിയർ സ്പേസ്. ഈ പറയുന്ന പോലെ ഞാൻ മലേഷ്യയിൽ താമസിക്കുമ്പോൾ, മലേഷ്യ ഈസ് വെരി ട്രോപ്പിക്കൽ. ഞങ്ങൾ ആദ്യമായിട്ട് ആ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫുൾ കാടായിരുന്നു. അത് കഴിഞ്ഞ് യു ക്യാൻ സീ ദ കോൺക്രീറ്റ് ജംഗിൾ കമ്മിങ് അപ്പ്. അപ്പോൾ ആ മരങ്ങളും ഒക്കെ പോയി ഞങ്ങളുടെ കോണ്ടോമിനിയത്തിലേക്കും ഈ മങ്കീസ് വരാൻ തുടങ്ങി. എന്നിട്ട് അതിന് ട്രാപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആ ട്രാപ്പിന് അഗേൻസ്റ്റൊക്കെ ഞാൻ ഞങ്ങളുടെ കോണ്ടോമിനിയം മാനേജ്മെൻറ്റിൻ്റെ അടുത്തൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കി. യു കാൺ ട്രാപ്പ് ദെം. ആക്ച്വലി നമ്മളാണ് അവിടെ, ഇറ്റ് ഈസ് ദെയർ സ്പേസ്, വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. ആൻഡ് പല കോണ്ടോമിനിയംസും അല്ലെങ്കിൽ ഈ ഹൈ റൈസ് ബിൽഡിങ്സിലും ഒരു സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, തേർഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആൾക്കാർ വെറുതെ വാങ്ങിച്ചിടുന്നതാണ്. ആൻഡ് ഫോർ ദാറ്റ് അറ്റാക്കിംഗ് ഇൻ ടു ദിയർ സ്പേസ് ഒട്ടും ശരിയല്ല. നമ്മൾ ഭയങ്കര ആക്രാന്തമാണ് മനുഷ്യന്മാർക്ക്, എത്ര കിട്ടിയാലും മതിയാവില്ല, അല്ലേ? ആൻഡ് സോ ദാറ്റ് ഈസ്, നമ്മൾ ഓപ്പർച്യൂണിസ്റ്റാണ്. ആ ഒരു ലേർക്കിംഗ് ടെൻഡൻസി ഹ്യൂമൻ ബീയിങ്ങിലുണ്ട്. ആൻഡ് നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് വിഷയമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു, പക്ഷേ എന്താ പറയുക, ഒരു പെറ്റിനെ എടുത്ത് വളർത്തിയാൽ എനിക്കത് പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, എഗെയിൻ എനിക്കതിനെ നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്ത്
എനിക്കിപ്പോൾ ഒരു ഡാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ അപ്പോൾ അതിട്ടിട്ട് അങ്ങോട്ട് പോകും. അത് പ്രയോറിറ്റി, എനിക്ക് എൻ്റെ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ. ഇത്തരത്തിലുള്ള റോള് മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനൊരു കഥയായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് മനസ്സിൽ വന്നത്? കാരണം ഇതൊരു ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന, ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസോ എന്തെങ്കിലും എടുത്തിരുന്നോ? പ്രിപ്പറേഷൻസ് ഇത് വന്നത് ഞാൻ പറയട്ടെ. രാവിലെ ഇക്ക എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ലോക്ക് എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലൊരു ക്യാരക്ടർ നീത്ത ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷുവർ ഇക്ക, അത് എന്താണ്? അപ്പോൾ ഇക്ക പറഞ്ഞു ഞാനൊരു 1 ലൈനർ അയച്ചു തരാം, അതൊന്ന് വായിച്ചിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് എന്നിട്ട് തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. ആൻഡ് ഞാനത് വെൻ ഐ റെഡ് ഇറ്റ് ഐ വാസ് സോ എക്സൈറ്റഡ്. അതൊരു പോലീസ് ഓഫീസറിൻ്റെ റോള്, റുക്സ ബീഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു IPS ഓഫീസറിൻ്റെ റോളായിരുന്നു. ആൻഡ് ഷീ ഹാഡ് എ ഗ്രേ സൈഡ് ടു, ഷീ ഈസ് ഗ്രേ, ലൈക്ക് 2 പെർസ്പെക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഷീ ക്യാൻ ബി ഗുഡ് ആൻഡ് ബാഡ്. അപ്പം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഐ വാസ് റിയലി ത്രിൽ ടു ഡു ദാറ്റ്. ഉടനെ ഞാൻ ഇഡൻറ്റ് ഈവൻ സ്പെൻഡ് 1 minute, വേസ്റ്റ് 1 minute. എനിക്ക് ഞാൻ ചെയ്യില്ല, ഐ എം ഗോയിങ് ടു ഡു ദിസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആൻഡ് പ്രിപ്പറേഷൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ പ്ലെയിൻ, പറയുക ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് പോയത്. ആൻഡ് ഇക്ക explained this to me, like this is how she is with the system, so she will do what the system tells her, but for the people, for the public, she might be a villain. So that's, you have to balance that എന്നുള്ളത്. And I hope I could do justice to it, and thank you so much for that opportunity. എനിക്ക് അത് വളരെ നല്ലൊരു റോളാണ്. ഫസ്റ്റ് ആൻഡ് ദിസ് മൈ ഫസ്റ്റ് മൂവി, ആൻഡ് ആസ് എ ഫസ്റ്റ് മൂവി എനിക്കിത് വളരെ ഒരു നല്ല റോളാണ് കിട്ടിയത്. ഇതിലിപ്പം ലെർക്ക് എഴുതി കാണിച്ച എൻ്റെ ആറിൻ്റെ അവിടെ ഒരു കൊമ്പ് പോലെ ഒരു സംഭവം ഉണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താ? അതങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതാണോ? എന്താ സംഭവം? നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് ആഫ്റ്റർ വാച്ചിങ് ദ മൂവി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ നായികടുത്ത് ചോദിക്കും അല്ല, അതിപ്പോൾ നമുക്ക് സ്പോയിലർ ആവും, ഞാനിപ്പോൾ പറയാൻ പാടില്ല. അത് നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തതിൽ വളരെ സന്തോഷം. മൊത്തത്തിൽ ഇതില് ഫുള്ള് പതിയിരിക്കുവാണല്ലേ, മൊത്തം സസ്പെൻസ് ആണല്ലേ. ഒരു ക്യൂരിയോസിറ്റി വേണമല്ലോ. ഇതിലൊരു സ്ട്രോങ് ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. അപ്പം മുമ്പ് ഫോറസ്റ്റ് ഒക്കെ ഇഷ്ടമാണോ? ഫോറസ്റ്റ് ട്രെക്കിംഗ് പരിപാടികളൊക്കെ ഉള്ളതാണോ? എങ്ങനെയാ? ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഫോറസ്റ്റ് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയനാട് കാട്ടിലേക്ക് കയറാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ബ്ലോക്കായി, മെൻ്റലി ബ്ലോക്കായി, ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാട് കയറുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ശ്രീലങ്കയിൽ നിന്ന് കാട്ടിൽ പോയിട്ടാണ് വരുന്നത്. കാട് കയറും. അതെ, കാട് ഇഷ്ടമുള്ള ഒരാളാണ്. കാടിൻ്റെ ഒരു വന്യതയും എനിക്കിഷ്ടമാണ്. കാടിൻ്റെ ആ ഒരു ശാന്തതയും സമാധാനവും എനിക്കിഷ്ടമാണ്. അവിടുത്തെ ലൈഫ് കാണാനും ഞാൻ എക്സൈറ്റഡ് ആവുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഹൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഞാൻ എപ്പോഴും എല്ലായിടത്തും എഴുതുന്നതും അല്ലെങ്കിൽ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ ഞാൻ പറയുന്നതുമാണ്. എൻ്റെ ഹൈ മൊമെൻറ്റ്സ് യാത്രയും ആ എക്സ്പീരിയൻസുമാണ്. അതിൽ കാടിന് ഭയങ്കര, ഞാൻ ബീച്ച് പേഴ്സൺ അല്ല, ഞാനൊരു ഫോറസ്റ്റ് മൗണ്ടെയിൻ പേഴ്സൺ ആണ്. അപ്പം കാട് എന്നെ ഭയങ്കരമായിട്ട് ഹൈ ആക്കും. കാട് എന്നെ ഭയങ്കരമായിട്ട്, ഞാൻ ഇപ്പം അനുയാത്ര എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനതൊരിക്കലും വയനാട് ഒരു കാടിനകത്തുനിന്ന് എടുത്ത ഡെസിഷനാണ്. അപ്പം കാട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല ഡെസിഷൻസ് എടുക്കാൻ പറ്റാറുണ്ട്. അപ്പം ഇഷ്ടമാണ് എനിക്ക് കാടും കാട്ടിലെ സ്പേസും അവിടുത്തെ എല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ശ്രീലങ്കയിൽ പോയ സമയത്ത് ഞാൻ നേരിട്ട് കണ്ടു പുലി ഒരു മാനിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് സഫാരി ടീം, കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറേ നേരം അത് നമ്മളെ ഫേസ് ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇറിറ്റേറ്റഡ് ആയിട്ട് തിരിഞ്ഞിരുന്ന് കഴിച്ചു. ആ മാനിനെ കഴിച്ചു. ഒരു പ്രൈവസി തരാത്ത മനുഷ്യൻ. സത്യം അങ്ങനെ കൊതിപെടുമെന്ന് വിചാരിച്ചിട്ട് കൊതിപെട്ടു. പക്ഷെ ഇപ്പൊ ചിരിക്കുന്ന പോലെയല്ല, അത് കുറച്ച് വൈൽഡാണ്. ഒരു മാനിന്റെ റിബ് എന്തോ ഇങ്ങനെ കടിച്ചു വലിക്കുന്നത് കാണുമ്പം നമുക്കൊരു ബേജാറാവും. അതൊരു സെക്കൻഡിന് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളെ അടുത്തേക്ക് ചാടിയാലോ, നമ്മുടെ റിബാവുമല്ലോ കയ്യിലെന്നൊക്കെ നമ്മൾ ആലോചിക്കും. അപ്പം ആ ഒരു ഹൈ മൊമെന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ ട്രിപ്പിൽ തന്നെ ഒരു പുലി കിടന്നുറങ്ങുന്നു. ഞാനൊരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തു അത് എണീക്കെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എണീച്ചൊരു എല്ലാം വെച്ച് കൊടുക്കാൻ അല്ല, എന്റെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കാം, ഫോണിൽ മാനിന്റെ സൗണ്ട് പ്ലേ ചെയ്താൽ അവർ ചാടി എണീക്കും. ഞാൻ പറഞ്ഞു ഡിസ്റ്റർബ് ചെയ്യണ്ട, അവരെ എണീക്കുമ്പോ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞു.
എപ്പോഴോ ഉറക്കത്തിൽ ഒന്നിങ്ങനെ തല ഉടഞ്ഞ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും കിടന്നു തുടങ്ങി. അപ്പം എനിക്കിഷ്ടമാണ് കാടും ആ സ്പേസും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇവിടെ മാറി നിന്ന് അങ്ങോട്ട് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓരത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും അവരുടെ ജീവിതവുമായിട്ട്. അവരുടെ നിത്യജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വേറെ, മൃഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഒരുപാട് വേറെ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ രസിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു കൂട്ടം ആളുകൾ അത് വേദനയോടെ ഓർക്കുന്ന, പേടിയോടെ ഓർക്കുന്ന ഒരു കാര്യം കൂടെയാണ് എന്നുള്ള ബോധ്യമുണ്ട്. ഇത്തരത്തിലുള്ള അഡ്വഞ്ചറസ് ട്രിപ്പ് ഒക്കെ പോകുന്നോണ്ടാണോ ഇതിലോട്ട് കാസ്റ്റ് ചെയ്യാൻ മെയിൻ കാരണം? അല്ലല്ല, അത് പിന്നെ അനുമോളുടെ ഒരു പൊട്ടൻഷ്യൽ, അനുമോൾ ഒരു അണ്ടർ റേറ്റഡ് ആക്ട്രസ് ആണ്. കാര്യം അനുമോളിനെ സത്യം പറഞ്ഞാൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് പിന്നെ പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറാണ്. ഇപ്പം അവർ തമിഴ് വെബ് സീരീസിൽ ഏറ്റവും കൂടുതൽ അപ്ലോസ് നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മലയാളം ആഘോഷിച്ചില്ല എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമകൾ, ചായില്യം ഉൾപ്പെടെയുള്ള സിനിമകളിലൂടെയാണ് അനുമോൾ വന്നത്. അനുമോളിൽ ഒരുപാട് അകം ഉൾപ്പെടെയുള്ള സിനിമകൾ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അനുമോളാണ് ഒരു ഫ്രണ്ട് എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും എനിക്ക് എൻ്റെ ഇപ്പം 3ാമത്തെ സിനിമയിലാണെന്ന് തോന്നുന്നത്. ഞാൻ അഭിനയിച്ച ട്യൂമനിൽ അനുമോളുണ്ടായിരുന്നു, പിന്നെ ഒരു അന്വേഷണത്തിലുണ്ടായിരുന്നു, ലേക്കിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾ ഈ ക്യാരക്ടർ, ഞാനിത് സബ്ജക്റ്റ് ആലോചിച്ചപ്പോൾ തന്നെ ഇത് അനുമോൾ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അനുമോളുടെ സബ്ജക്റ്റ് പറഞ്ഞു, അപ്പോൾ തന്നെ അത് ക്യാച്ച് ചെയ്യായി. അത് അങ്ങനെ വന്നാണ്. കാട് കയറുന്ന കാര്യമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് കുറെ അട്ടകളുമായിട്ട് ഇങ്ങനെ സല്ലപിക്കുന്നതാണ്. ഈ കാട് കയറുന്നതിന്റെ ഭാഗമായിട്ടാണോ, അട്ടയ്ക്ക് കളിക്കാൻ വേണ്ടി കാല് വെച്ച് കൊടുക്കുകയാണോ? സാധനമാണ് അത്. അപ്പം അത് കാരണം നമ്മുടെ സെറ്റിലാണെങ്കിൽ അത് ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു, എവിടെ പോയാലും ഒട്ട. ഇത് ലൊക്കേഷൻ വരുന്നത് കുട്ടിക്കാനം വാഗമൺ. കുട്ടിക്കാനം വാഗമൺ കുറച്ച് പോർഷൻ ഞാൻ കൊളുത്തുപ്പുഴ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വനത്തിന്റെ അകത്ത് വയനാട് കുറച്ച് പോർഷൻ. ഇപ്പം ഇത് സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സും കൂടെ ആണല്ലോ മുന്നോട്ട് വെക്കുന്നത്. ഈ പറഞ്ഞ പോലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. യഥാർത്ഥത്തിൽ നമ്മളല്ലേ അവരുടെ സ്പേസിലോട്ട് കടന്നു ചെന്ന് അവരെ ഡിസ്റ്റർബ് ആക്കിയിട്ടുണ്ടാവുന്നത്. അപ്പം പക്ഷെ ഇതിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളും കൊല്ലപ്പെടുന്നു. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഭരിക്കുന്ന അതോറിറ്റിയോ എന്തോ ആയിക്കോട്ടെ ഒരു കറക്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു ഘട്ടം എടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് ഒരുപാട് അതിൻ്റെ ഡീറ്റെയിലിംഗ് അറിയില്ല. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു NGO ഉണ്ട്, പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞിട്ട്. അവരൊരിക്കൽ ഇതുപോലെ എൻ്റെ അടുത്ത് സിനിമയിലൊക്കെ അല്ലേ അവർക്കൊരു ഫോറസ്റ്റ്, എനിക്ക് പേര് ഓർമ്മയില്ല, ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുപോലെ അവരുടെ ജീപ്പ് പെട്ടെന്ന് ചീത്തയാവും. അവർക്ക് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഇതുപോലെ എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ അവരെ സംരക്ഷിക്കാനുമായിട്ട് ഒരു വണ്ടിക്കുള്ള ഇത് കൊടുക്കാമോ എന്ന് പറഞ്ഞു. എന്നെക്കൊണ്ടതൊന്ന് സാധിച്ചില്ല. പക്ഷേ ഐ സെഡ് ഐ വിൽ ലുക്ക് അറൗണ്ട്. അത് കഴിഞ്ഞ് അവരത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. പക്ഷേ ആ ജീപ്പ് വീണ്ടും കേടായി. എന്താ വെച്ചാൽ പക്ഷേ ആ സൗകര്യങ്ങൾ അവർക്കില്ല. ദേ ഹാവ് മെയ്ഡ് എ ഡിസിഷൻ ടു സ്റ്റേ ദർ. അത് അവരുടെ സ്ഥലമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ കുറച്ചും കൂടെ അവരെ സപ്പോർട്ടീവായിട്ട് നമുക്ക്, കാര്യം അവരാണ് ആക്ച്വലി നമ്മുടെ ഒരു ബ്ലെൻഡിങ് പോയിൻറ്റ്. കാട്, നമ്മൾ, ഇതിൻ്റെ നടുക്ക്. ഇപ്പം നേരത്തെ അനുമോൾ പറഞ്ഞ പോലെ അവിടെ അവർക്ക് ബുദ്ധിമുട്ടും ഉണ്ട്, ഇതിൻ്റെ ഫെസിലിറ്റീസും ഇല്ല. സോ ആ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അത് നമ്മളും മനസ്സിലാക്കുന്നില്ല. ഓഫ് കോഴ്സ് യു കാൺ എക്സ്പെക്റ്റ് വൈൽഡ് ആനിമൽസ് ടു നോ ഇറ്റ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ബ്രിഡ്ജ് കവർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ടഫ് ലൈഫ്. ഇങ്ങനെ സൗകര്യങ്ങൾ നോക്കിയാലും ഇലക്ട്രിസിറ്റി നോക്കിയാലും നമുക്ക് കിട്ടുന്നതിൻ്റെ 10 പോലും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടോ, ഓർത്തിരിക്കുന്നുണ്ടോ? കുറച്ചുണ്ട്. ഒന്ന് അട്ടയാണ്. അത് രസകരം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അട്ടയുടെ എനിക്ക് ഷൂട്ട് സെറ്റിൽ കൊണ്ടുപോയിട്ട് ഇവരെയൊക്കെ അട്ട കടിപ്പിക്കലായിരുന്നോ? അതെ, ഇത് ഒന്നും മിണ്ടാനും പറ്റൂല. സീക്വൻസ് വനത്തിലാക്കിയായിരുന്നു ഞാനിപ്പോ ആലോചിക്കുന്നു. ഞാൻ കംപ്ലൈന്റ് പറയില്ലായിരുന്നല്ലോ. ഇത്രയധികം കാടുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടെന്ന് നമ്മളറിഞ്ഞില്ല. വിശ്വാസാറിന് അറിയില്ല. ഞാനും ഇതുപോലെ ആമസോൺ കാട്ടിലൊന്ന് പോയി ഒരു ദിവസം. അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ബിജുവിനാണ്. ബിജു ആമസോൺ ഫോറസ്റ്റില് 2-3 ദിവസത്തോളം ഉണ്ടായിരുന്നല്ലേ? അത് you went for trekking? Yeah, I was inside. I lived inside one day. 3 ദിവസം വേണമെന്ന് വെച്ചിട്ട് ഒരു ആരും കൊണ്ടുപോയി. He was
പെറു സൈഡിൽ ഞാൻ കൊളംബിയ പോയി, കൊളംബിയയിൽ നിന്ന് പെറു സൈഡിൽ ഇത് പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവര് പറയുന്നതിൽ എന്താ സത്യം എന്താ കള്ളത്തരം അല്ലല്ല, സീരിയസ്ലി ഞാൻ ഒരു ദിവസം രാത്രി അവിടെ താമസിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. മൃഗങ്ങളൊന്നും പിടിച്ചില്ല? പ്രൊഡ്യൂസർ ഉണ്ടാവില്ലായിരുന്നു. എന്നുള്ളതല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്താണ് ശരിക്കും നമ്മൾ ഇപ്പം ഇവിടെ ജീവിക്കുന്നതിൻ്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാകുക. പിന്നെ ഇവരുടെയൊക്കെ സീക്വൻസ് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു കാട്ടിൻ്റെ അകത്തും നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ എൻ്റെ സീക്വൻസാണ്, ടൈഗറുമായിട്ടുള്ള സീക്വൻസിലാണ് ഏറ്റവും കൂടുതൽ അട്ടകടിക്കുകയും കാടിൻ്റെ അകത്ത് കിടന്ന് കുറച്ച് അനുഭവിക്കുകയും ചെയ്തത്. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈവായിട്ട് കുറച്ച് മൃഗങ്ങളെ കിട്ടി. ആന ഞങ്ങൾ ലൈവായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആനയുടെ ഗംഭീര ആക്ടറായിരുന്നു. കറക്റ്റ് സമയത്ത് വന്നു, കറക്റ്റ് സമയത്ത് പോയി. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് സത്യം. കാരണം ഈ ആനയുടെ സീക്വൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേയൊക്കെ ചെലിയിലെടുക്കാമെങ്കിൽ പോലും ഗിംബലുണ്ടായിരുന്നു. ആനയോടൊപ്പം തന്നെ ക്യാമറ ഓടുന്ന സീക്വൻസിൽ ഈ ആന എന്നുള്ളത് വിട്ടുപോകുമല്ലോ. നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ടൂൾ അല്ലെങ്കിൽ ഇവരെ പോലെ ആക്ടറാണോ എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. ഇത് മൃഗമാവും എപ്പോഴാണെന്നൊക്കെ പറയാൻ പറ്റില്ല. തുമ്പിക്ക് വെച്ചിട്ട് അടിയടിച്ചാൽ ഇതൊക്കെ തീരും, ലർക്കും തീരും, എല്ലാം തീരും. പക്ഷേ അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്വാഭാവികമായിട്ടും. അത് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. ഇതിലിപ്പം ആക്ഷൻ പറഞ്ഞ ആക്ഷൻ ചെയ്യാത്ത കുറെ കഥാപാത്രങ്ങളും കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ വന്യമൃഗങ്ങളായാലും കുറെ ആളുകളുണ്ട്. പക്ഷെ എൻ്റെ ആന ആക്ഷൻ പറഞ്ഞ ആക്ഷൻ നാട്ടാനയായിരുന്നു, നാട്ടാനെ ആക്കിയതാ. പക്ഷെ കറക്റ്റായിരുന്നു. ടൈമിങ് അനുഭവമൊന്നും ഒന്നുമല്ല. തമാശ അല്ല, ആന നല്ലപോലെ അഭിനയിച്ചു, പറഞ്ഞ പോലെ എല്ലാം പറയുന്നത് അതേപോലെ തന്നെ അത് കേട്ടു. പാപ്പാനുണ്ടായിരുന്നു, അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ആന ചോദ്യം ചെയ്യില്ലല്ലോ. അനുഭവം ചോദ്യം ചെയ്യും. അതാണ് പറഞ്ഞത്. ആദ്യ ചിത്രം തന്നെ മികച്ചൊരു തുടക്കമാണ്. അപ്പം ഈ ക്യാരക്ടറിൽ നിന്ന് പഠിച്ചെന്തെങ്കിലും പാഠങ്ങളുണ്ടോ? കുറേ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടി ജി രവി ചേട്ടൻ്റെ കൂടെ കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. എനിക്ക് സൈജു കുറുപ്പ്, മഞ്ജു പിള്ള ഇവരുടെ കൂടെയൊക്കെ നിറയെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ആസ് എ ന്യൂ കമർ എനിക്ക് എവിടെ ക്യാമറ വെച്ചാൽ എങ്ങനെ എന്നെ കാണുമെന്നൊന്നും അറിയില്ല. അപ്പം ഒരു സീൻ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടിയിട്ട് നാട്ടുകാരും അനുവൊക്കെ ഉണ്ട് ആ സീനിൽ. സൈജു കുറുപ്പും മഞ്ജു പിള്ളയും എല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മീഡിയ വന്ന് നിർത്തുന്നുണ്ട് അവർ. അപ്പം നിർത്തുമ്പോൾ ഞാൻ എവിടെ നിൽക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരുടെയോ പിന്നിൽ കയറി നിന്നിട്ട് എല്ലാവരും അഭിനയിച്ചു. പക്ഷെ എല്ലാവരും ഒന്ന് നീത്താ എന്ന് വിളിച്ചു, ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് സൈജു കുറുപ്പ് തിരിഞ്ഞു നിന്നിട്ട്, ആദ്യമായിട്ടാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. പാഠം 1, ആരെ കണ്ടില്ലെങ്കിലും തന്നെ കാണണം എന്നായിരിക്കണം ഒരു ആക്ടർ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അവനവനെ തന്നെ. അതെനിക്കൊരു വലിയ പാഠമായിരുന്നു. ദാറ്റ് ഐ വിൽ ഓൾവേസ് കീപ്പ് ഇറ്റ് വിത്ത് മൈസെൽഫ്. അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു സീനിൽ ടി ജി രവി ചേട്ടൻ്റെ കൂടെ ഒരു സീനുണ്ട്. അതിൽ ഏട്ടനെ ഒന്ന് അടിക്കുന്ന ഒരു സീനുണ്ട്. പാഠം 2 ഇന്റർവ്യൂവിലെല്ലാം പറയാൻ പാടില്ല. ഓക്കെ, അത് കട്ടാക്കും. അപ്പോൾ ടി ജി രവി ചേട്ടൻ്റെ കൂടെയൊക്കെ പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതേമാതിരി കരമന ചേട്ടൻ അവരുടെ കൂടെ. അപ്പം ആൻഡ് ഇത്രയും നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയത് ഐ ഹവ് ലേൺഡ് എ ലോട്ട്. സാറ് സിനിമയ്ക്കകത്തും പുറത്തൊക്കെ നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തമാവുന്ന ഒരാളാണ്. എന്ത് നിലപാടാണ് ഈ സിനിമ കൊണ്ട് സമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്? സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് അവർക്ക് ആ ചില ചോദ്യങ്ങൾ അവരെ മനസ്സിലേക്ക് എടുക്കും. ഇത് ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സിനിമ ഞാൻ ചെയ്യുന്നത്. കഥാപാത്രങ്ങൾ അവരവരുടെ റോൾസ് നന്നായിട്ട് അവതരിപ്പിച്ച നടന്മാരുള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ വിശ്വസിക്കും. ഇതെൻ്റെ ഒരു ശ്രമമാണ്. സത്യസന്ധമായി ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 സീനുകളിൽ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം വളരെ വ്യത്യസ്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ലളിതമായി, എന്നാൽ ഏറ്റവും വലിയ വിഷയമാണ് സിനിമയുടെ ഒരു വലിയ വിഷയത്തിൽ 2 സീനുകളിൽ ഒരു ക്രാഫ്റ്റിംഗ് ആ രീതിയിൽ ചെയ്തിട്ടാണ് ആ സിനിമ പറയാൻ ഉദ്ദേശിച്ചത്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന
ഒരു പ്രേക്ഷകന് അവൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് അവൻ തന്നെ ഉത്തരം കണ്ടെത്തണം. എനിക്കൊരു സൊല്യൂഷൻ ഇല്ല, അതാണ് എല്ലാവർക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. ആ വിഷയം മാത്രം എടുത്തിട്ട് നമ്മളൊരു സിനിമ ചെയ്താൽ അതൊരിക്കലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതൊരു ഡോക്യുമെൻ്ററി പോലെയാവും. ഇതൊരു കഥയുണ്ട്. ആ കഥയിലൂടെ, കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ അവരനുഭവിക്കുന്ന വിചാര ചിന്തകളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെപ്പോലെ ഒരു ഫിലിം മേക്കർ എൻ്റെ 12ാമത്തെ സംവിധാന സംരംഭത്തിൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയാനും കാണാനും ശ്രമിച്ചൊരു സിനിമ. ആ സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത് ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്തർത്ഥമാണ് അല്ലെങ്കിൽ എന്ത് ഉത്തരമാണ് നൽകേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തമിഴിൽ ഒരു വെബ് സീരീസ് ചെയ്ത് ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി വരാനിരിക്കുന്ന അപ്കമിങ് പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ 24th ലർക്ക് വരുന്നുണ്ട്. 30-ാം തീയതി ഹാർട്ട് ബീച്ചിൻ്റെ സീസൺ 3 റിലീസാവുകയാണ്. അടുത്ത മാസം പാരീസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഫിലിമിൻ്റെ റിലീസുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 3-4 തമിഴ് ഫിലിംസിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവലി ഇങ്ങനെ ലോയർ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വരാനുണ്ട്. പിന്നെ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല, 2-3 പ്രോജക്ട്സ് നടക്കുന്നുണ്ട്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ സിനിമ മികച്ച ഒരു അവസരമായിട്ടല്ലേ ഇതിനെ നോക്കിക്കാണുന്നത്? എല്ലാ സിനിമയും മികച്ച അവസരമാണ്. ഐ തിങ്ക് എനി പ്ലാറ്റ്ഫോം, എനി റോൾ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് എൻ ഓപ്പണിങ്. അതൊരിക്കലും നമ്മൾ മനസ്സിൽ അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്ന ഇതിൽ ഇങ്ങനെ വന്നു പോവല്ലേ, അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയല്ല. എവറിത്തിങ് ഇസ് എ ലേണിംഗ് കർവ്, എവറിത്തിങ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. അത് പ്രത്യേകിച്ച് ഒരു ക്ലാസിക്കൽ ഡാൻസ് ആകുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഒരു വരദാനം പോലെ തന്നെയാണ്. സോ എവറി ഫിലിം, എവറി ഓപ്പർച്യൂണിറ്റി ഈസ് ലൈക്ക് ദാറ്റ്. എന്തായാലും താങ്ക് യു. ജൂലൈ 24 പടം വിജയകരമായി തന്നെ തിയേറ്ററിൽ ഓടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.